നമുക്ക് ഭൂമിജയുടെയും അജയുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവില് അച്യുതനൊരു കാര്യം തീരുമാനിച്ചു. ഭൂമി സത്യനാഥിന്റെ മകളാന്നുള്ള കാര്യം അയാളോട് തുറന്നു പറയണം. ഒരു പക്ഷെ അയാളോട് ചെയ്ത ചതിയുടെ ഫലമായിട്ടായിരിക്കും തനിക്ക് ഈ അസുഖങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നത് എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു. എന്താണെങ്കിലും ഭൂമി ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്. ഫാദേഴ്സ് ഡേ ആണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ദിവസം അങ്ങോട്ട് ആഘോഷിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ താൻ അവളോട് പറഞ്ഞു കഴിഞ്ഞു. അവൾക്ക് ഇഷ്ടപ്പെട്ടവരെല്ലാം, അവൾക്ക് വേണ്ടപ്പെട്ട അവളുടെ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചു. കൂടെ സത്യദാസിനെ വിളിച്ചോളാൻ പറഞ്ഞിട്ടുണ്ട്. അവൻ ഭൂമി ഭയങ്കര സന്തോഷത്തിലാണ് പോയിരിക്കുന്നത്. അച്ഛൻ്റെ ആഗ്രഹങ്ങൾക്കൊന്നും എതിര് നിൽക്കാൻ പാടില്ല. അച്ഛൻ്റെ സന്തോഷം എന്താണോ അത് തൻ്റെ സന്തോഷമാണ് എന്നൊരു ചിന്തയായിരുന്നു ഭൂമിയുടെ മനസ്സിൽ. അങ്ങനെ ഭൂമി സന്തോഷത്തോട് കൂടിയിട്ട് ഷോപ്പിലേക്ക് ചെന്നു. അപ്പോഴേക്കും ലക്ഷ്മി ചോദിച്ചു, അല്ല ഭൂമി പോകുകയെന്ന് പറഞ്ഞിട്ട് പോകണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പൊ അച്ഛൻ്റെ തീരുമാനം മാറ്റിയെന്ന് പറഞ്ഞു. അതെന്താ പെട്ടെന്ന് അങ്ങനെ മാറ്റിയത്? ഇപ്പൊ അച്ഛൻ പറയണേ പെട്ടെന്ന് പോവണ്ടെന്നാ പറഞ്ഞെന്ന് പറഞ്ഞു. ആണോ? ആഹാ, അത് നല്ല കാര്യമാണല്ലോ. ഇപ്പോഴാ ഒരു സമാധാനമായത്. അതെ, ഭൂമി പോയിട്ടുണ്ടെ ഞാൻ എന്ത് ചെയ്യുമെന്ന് ഓർത്തിരിക്കുമായിരുന്നു. ലക്ഷ്മിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഭൂമി പതിവ് പോലെ തന്നെ ചായയൊക്കെ ആയിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുവാണ്. ആ സമയത്ത് അജയ് ചോദിച്ചു, അല്ല ഭൂമി പോകുമെന്ന് പറഞ്ഞിട്ട് പോയില്ലേ? പോണെന്നൊക്കെ പറഞ്ഞിരുന്നാ സാറേ, പക്ഷെ പോയില്ല എന്ന് പറഞ്ഞു. പോയില്ലേ? അതെന്താ പറ്റി പോവാത്തെ? എൻ്റെ തീരുമാനം അങ്ങോട്ട് മാറ്റിയെന്ന് പറഞ്ഞു. തീരുമാനം മാറ്റിയോ? അതേന്നേ. അപ്പം അച്ഛനൊരാഗ്രഹമുണ്ട്. അച്ഛൻ്റെ ആഗ്രഹം ഞാൻ നിറവേറ്റി കൊടുക്കണ്ടേന്ന് ചോദിച്ചു. അതുകൊണ്ടൊക്കെയാണ് പോവാതിരിക്കുന്നത്. ഞാനേ ഹാപ്പി ഫാദേഴ്സ് ഡേ ആഘോഷിക്കാൻ തീരുമാനിച്ചെന്ന് പറഞ്ഞു. ഫാദേഴ്സ് ഡേയോ? അത് ഇപ്പോഴല്ലല്ലോ, പിന്നെ എന്തിനാ ഇപ്പം അത് ആഘോഷിക്കണേന്ന് ചോദിച്ചു. കഴിഞ്ഞു പോയതല്ലേന്ന് ചോദിച്ചു. കഴിഞ്ഞു പോയതാ, പക്ഷെ അപ്പോഴാഘോഷിക്കാൻ പറ്റിയില്ല. എൻ്റെ അച്ഛൻ്റെ സന്തോഷം എനിക്കല്ല. അപ്പം അത്യാവശ്യം വേണ്ടപ്പെട്ടവരെയൊക്കെ വിളിച്ചിട്ട് അച്ഛൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് എനിക്ക് നടത്തണമെന്ന് പറഞ്ഞു. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും അജയ് പറഞ്ഞു, ആഹാ അത് കൊള്ളാലോ, ഭൂമിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണോ അച്ഛനെ? അതേന്നേ, എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. അച്ഛനും അമ്മയ്ക്കും വേണ്ടിയിട്ടാണ് ഞാൻ ജീവിക്കുന്നത് പോലും എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ അജയ് ഇങ്ങനെ ഭൂമിയെ നോക്കണം. അത് പറയുമ്പോൾ അവളുടെ കണ്ണുകളിലുള്ള ആ തിളക്കം. അതെ, സാറ് വരണം കേട്ടോ. അന്നത്തെ ദിവസം തിരക്കില്ലെങ്കിൽ എൻ്റെ വീട്ടിലേക്ക് വരണം. അത്യാവശ്യം ആൾക്കാരെയൊക്കെ വിളിച്ച് കൊണ്ടാടാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നത്. ആ സമയം അജയ് ചോദിച്ചു, അല്ല ഇപ്പം എന്തിനാ ഇങ്ങനെയൊക്കെയെന്ന് ചോദിച്ചു. അതൊക്കെ വേണം സാറേ. നമ്മൾ അവരൊക്കെ ഉള്ള സമയത്ത് ഈ ഓരോ നിമിഷങ്ങളും നമുക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. അച്ഛനോടും അമ്മയോടും ഇപ്പോൾ ഉള്ള ഓരോ നിമിഷങ്ങളും. പക്ഷേ അച്ഛൻ്റെ അസുഖത്തെക്കുറിച്ചൊന്നും കൂടുതലായിട്ടൊന്നും ഭൂമി പറയാനായിട്ട് പോയില്ല അജയോട്. പക്ഷേ എങ്കിൽ ബാക്കി 1-2 പോലീസുകാരെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഭൂമി. അതിനകത്ത് ബാലന് സാറിന് ഭൂമിയുടെ അച്ഛൻ്റെ അസുഖത്തെക്കുറിച്ചൊക്കെ അറിയാം. ഭൂമി പറഞ്ഞു, അച്ഛന് എത്രയും പെട്ടെന്ന് തന്നെ സർജറിയും കാര്യങ്ങളൊക്കെ നടത്തണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനൊരു സംഘടനയോട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അച്ഛൻ്റെ ആഗ്രഹം നടത്തി കൊടുക്കണം. ഇനിയിപ്പോൾ അച്ഛന് സർജറി നടത്തിയാൽ പോലും എനിക്കറിയില്ല അച്ഛൻ്റെ ജീവിതത്തിലേക്ക് തിരികെ കിട്ടുമെന്ന്. പാവം എൻ്റെ അച്ഛന്. അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും പോലീസുകാരൻ പറഞ്ഞു, വിഷമിക്കുമൊന്നും വേണ്ട ഭൂമി, എല്ലാം ശരിയാവും. അതെ, ഭൂമിക്ക് അത്ര പ്രിയപ്പെട്ടതല്ലേ അച്ഛനും അമ്മയൊക്കെ. അപ്പം അവർക്കൊന്നും സംഭവിക്കൊന്നുമില്ല. ഭൂമി ധൈര്യമായിട്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞ് ഭൂമിയെ ആശ്വസിപ്പിച്ചു. ഈ സമയത്ത് അച്യുതന് വല്ലാത്തൊരു ടെൻഷനായിരുന്നു. അച്യുതന് അംബികയോട് പറഞ്ഞു, അംബികയെ ഒരു പക്ഷേ ഇനി ഞാൻ എത്ര കാലം ഉണ്ടാവുമെന്ന് അറിയത്തില്ല. എന്താ അച്യുതേട്ട ഇങ്ങനെയൊക്കെ പറയണേ? അച്യുതേട്ടൻ ഇങ്ങനെയൊന്നും പറയരുത്. എൻ്റെ മനസ്സിൽ അങ്ങനെയൊക്കെ തോന്നുന്നുണ്ട് അംബികയെ. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മോൾ അനാഥമായി പോവരുത്. അവൾക്ക് ആരുമില്ലാതെ പോവരുത്. നിനക്കറിയാലോ, അവൾക്ക് ചുറ്റും ശത്രുക്കളുണ്ട്. എപ്പോഴേത് നിമിഷം വേണോ എന്ത് വേണം സംഭവിക്കാം. അവൾ വേണ്ടപ്പെട്ടവരെയൊക്കെ വിളിക്കുന്നുണ്ട്. ആ കൂടെ അവളുടെ സ്വന്തം അച്ഛനെ അവൾ ക്ഷണിക്കുമെന്ന് പറഞ്ഞു. സ്വന്തം അച്ഛനെയോ? അതെ, അയാളോട് കാര്യങ്ങളൊക്കെ തുറന്നു പറയണം. അല്ല അപ്പം നമുക്ക് നമ്മുടെ മോളെ നഷ്ടപ്പെടില്ലേ? നഷ്ടപ്പെടും, എന്നാലും അവൾ സേഫായിട്ടിരിക്കുമല്ലോ. എനിക്കതാ വേണ്ടേന്ന് പറഞ്ഞു അച്യുതേട്ട. അപ്പം പിന്നെ നമ്മൾ സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞു കഴിയുമ്പം അവൾ നമ്മളെ വെറുക്കുമോ? വെറുക്കുവാണേ വെറുക്കട്ടെ, അവൾ അവളുടെ അച്ഛനോട് ഒപ്പം പോയിക്കോട്ടെ എന്ന് പറഞ്ഞു. എന്നാലും എനിക്ക് അവളെ നഷ്ടപ്പെടുത്താൻ വയ്യ അച്യുതേട്ട. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. എനിക്ക് നെഞ്ചു പൊട്ടുന്ന പോലെ തോന്നും. നമ്മുടെ മോൾ അങ്ങനെയൊന്നും പറയില്ല നമ്മളെ വേണ്ടാന്ന്. നമ്മുടെ മോള് പറയും നമ്മളെ മതിയെന്നോ പറയത്തുള്ളൂ. അല്ലാതെ അവളുടെ സ്വന്തം അച്ഛനെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് ആ പിന്നാലെ പോകത്തില്ല എന്ന് പറഞ്ഞു. നമ്മളങ്ങനെ ഒരിക്കലും വാശി പിടിക്കരുത് അമ്പയെ. നിനക്കറിയാലോ, എനിക്കിവിടെ എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെ പിന്നെ നിന്നെ കൊണ്ട് തന്നെ കൂട്ടിയാൽ കൂടില്ല എന്നൊക്കെ പറഞ്ഞു. അംബികയാണായിരുന്നു കരയാൻ തുടങ്ങി. നിന്റെ കരച്ചിലും കാര്യങ്ങളും നിർത്തിക്കണം. ഇപ്പം മോൾക്ക് അറിയത്തില്ല
ഞാൻ സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടെന്നുള്ള കാര്യം, ക്യാൻസർ ആണെന്നുള്ള കാര്യങ്ങളൊക്കെ അവളെ വേദനിപ്പിക്കരുത്, നമ്മൾ ഒരു രീതിയിലും വേദനിപ്പിക്കരുത്. കാരണം എനിക്ക് വേണ്ടിയിട്ട്, എൻ്റെ ജീവന് വേണ്ടിയിട്ട് ഇപ്പോൾ അവൾ പോരാടിക്കൊണ്ടിരിക്കുന്നത് എനിക്കത് മനസ്സിലാവുന്നുണ്ട്. എൻ്റെ സർജറി നടത്താൻ വേണ്ടിയിട്ട് അവൾ ഓടി നടക്കുമെന്ന് എനിക്കറിയാം. പാവം, അവൾ ഇത്രമാത്രം വേദനിച്ചിട്ടുണ്ടായിരുന്നു എനിക്കറിയുണ്ടായിരുന്നില്ലോ എന്ന് പറഞ്ഞു. അതുകൂടെ കേട്ട് കഴിഞ്ഞപ്പോൾ അമ്പയ്ക്കും ഭയങ്കര ടെൻഷനായി. ഈ സമയത്ത് ഭൂമി സത്യനാഥിനെ കാണാനായിട്ട് ചെന്നു. അപ്പം സത്യനാഥിനെ ചടങ്ങിന് ക്ഷണിക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട് ചെല്ലുവാണ്. സത്യനാഥനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഭൂമിക്ക് ഭയങ്കര സന്തോഷം. അതുപോലെ തന്നെ ഭൂമിയെ കണ്ടു കഴിഞ്ഞപ്പോൾ സത്യനാഥന് പ്രത്യേക ഒരു സന്തോഷവും കാര്യങ്ങളും ഉണ്ട്. ആഹാ, ഇതാരും ഭൂമിയോ, ഇതെന്ത് പറ്റി? അതെ, ഞാൻ സാറിനെ ഒന്ന് കാണാൻ വേണ്ടി വന്നാന്ന് പറഞ്ഞു. കാണാനോ? അതെന്താ ഭൂമി? അത് പിന്നെ ഞാൻ എൻ്റെ വീട്ടിലെ ചെറിയൊരു ഫംഗ്ഷൻ വെക്കുന്നുണ്ട്, അതിന് സാറിനെ ക്ഷണിക്കാൻ വന്ന. എന്തോ പിറന്നാളോ മറ്റോ ആണോന്ന് ചോദിച്ചു. പിറന്നാളൊന്നുമല്ല, എൻ്റെ അച്ഛൻ്റെ ഫാദേഴ്സ് ഡേ ആഘോഷിക്കാനേ. ഫാദേഴ്സ് ഡേ അതിപ്പോഴല്ലല്ലോ. അല്ല, പക്ഷേ എങ്കിൽ അങ്ങനെ ഒരു ദിവസം ആഘോഷിക്കാൻ തീരുമാനിച്ചു. എൻ്റെ അച്ഛന് സന്തോഷം കൊടുക്കുന്നൊരു ദിവസമേ. നമ്മൾ മക്കൾ വേണ്ട ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാനാണ് അച്ഛനമ്മമാർക്ക്, അവർക്ക് സന്തോഷം ഉണ്ടാകുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കണ്ടേന്ന് ചോദിച്ചു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഒരു നിമിഷം ആലോചിച്ചു. സത്യദാസ്. പിന്നീട് സത്യദാസ് പറഞ്ഞു, ഇപ്പം എനിക്ക് തോന്നുന്നത് എന്താണെന്നറിയോ, ഭൂമിയെപ്പോലൊരു മോള് എനിക്കില്ലാതെ പോയല്ലോന്ന്. ഒരു പക്ഷേ എൻ്റെ മോളിപ്പോൾ എൻ്റെ കൺമുന്നിലുണ്ടായിരുന്നെങ്കിൽ ഭൂമിയുടെ അത്രയും കണ്ടേരം. അത് സാരമല്ല സാറേ, എന്നെ മോളായിട്ട് അങ്ങോട്ട് കൂട്ടിക്കോളാൻ പറഞ്ഞു. കഴിഞ്ഞ എല്ലുമ്പത്തിലെ ചിലപ്പോൾ ഞാൻ സാറിൻ്റെ മോളായിരിക്കും, അതുകൊണ്ടായിരിക്കും സാറിന് എന്നെ കാണുമ്പോൾ സ്വന്തം മോളെ ഓർമ്മ വരുന്നേ, സ്നേഹമൊക്കെ തോന്നേ. അപ്പോഴേക്കും സത്യദാസ് പറഞ്ഞു, ചിലപ്പോൾ ശരിയായിരിക്കും, അങ്ങനെയാണ് ചാൻസ് ഉണ്ട്. അതുകൊണ്ടായിരിക്കും ഭൂമിയെ കണ്ടു കഴിയുമ്പോഴത്തേനും എനിക്കെന്തോ വല്ലാത്തൊരു സന്തോഷമൊക്കെ തോന്നും, പെട്ടെന്ന് എനിക്ക് എൻ്റെ മോളെ ഓർമ്മ വരുന്നതെന്ന് പറഞ്ഞു. അതെ, സാറിന് തിരക്കില്ലെങ്കിൽ സാറ് വരണം കേട്ടോ എന്ന് പറഞ്ഞു. അതിനെന്താ, ഞാൻ വരും. ഭൂമി വിളിച്ചാൽ പിന്നെ എനിക്ക് വരാതിരിക്കാൻ പറ്റുമോ? എന്ത് തിരക്കുണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ചിട്ട് ഞാൻ വരുമെന്ന് പറഞ്ഞു. ഭൂമിക്കും ഭയങ്കര സന്തോഷമായി. അങ്ങനെ ഭൂമി വേണ്ടപ്പെട്ടവരെയൊക്കെ വിളിച്ചു. ഭൂമിക്ക് പരിചയമുള്ള കുറച്ച് ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അവരോടൊക്കെ പറഞ്ഞു. അവർക്കെല്ലാം സന്തോഷമുള്ള കാര്യമായിരുന്നു. അങ്ങനെ അന്നത്തെ രാത്രിയിൽ അച്യുതനും അംബിക കിടന്നു കഴിഞ്ഞപ്പോൾ അച്യുതന് സഹിക്കാൻ പറ്റിയില്ല, വല്ലാത്തൊരു ബുദ്ധിമുട്ട്. നാളെ ആ ചടങ്ങ് വെക്കണ സമയത്ത് സത്യദാസ് വരുമ്പോൾ താൻ തുറന്നു പറയും, തൻ്റെ മകളല്ല ഇത്, സത്യദാസിൻ്റെ മകളാന്നുള്ള കാര്യം. അതറിഞ്ഞു കഴിയുമ്പോൾ അയാൾ ചിലപ്പോൾ തന്നെ തല്ലും, ചിലപ്പോൾ കൊന്നെന്നും വരും. എന്നാലും സാരമില്ല, സത്യങ്ങളൊക്കെ തുറന്നു പറയണം. ഭൂമിയുടെ അവസ്ഥ എന്തായിരിക്കും, എല്ലാവരും ഞെട്ടിത്തെറിച്ച് നിൽക്കും. അതൊക്കെ ഓർത്തിട്ട് അന്നത്തെ രാത്രി കിടന്നിട്ട് അച്യുതന് ഉറങ്ങാൻ പറ്റുന്നേ ഉണ്ടായിരുന്നില്ല. അച്യുതന് എഴുന്നേറ്റ് മുറിക്കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോഴത്തേനും അംബിക എഴുന്നേറ്റ് വന്നു. അംബിക വന്നിട്ട് എന്താ അച്യുതേട്ടാ, അച്ഛൻ എന്താ ആലോചിക്കണേന്ന് ചോദിച്ചു. ഒന്നുമില്ല, എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല അംബികയെ, നാളത്തെ ദിവസത്തെക്കുറിച്ച് ഞാൻ ആലോചിക്കുമായിരുന്നു. അച്യുതേട്ടാ വന്ന് കിടന്ന് ഉറങ്ങാൻ നോക്ക്, സമയം എത്രയാനാ വിചാരം? എനിക്ക് മനസ്സിലാവുന്നുണ്ട്, പക്ഷെ എൻ്റെ മോളെ കൈവിട്ട് പോകാനുള്ളൂ എന്ന് ഓർക്കുമ്പോൾ എനിക്കൊരു സങ്കടം ഉണ്ടെന്ന് പറഞ്ഞു. അച്യുതേട്ടാ അങ്ങനെയാണ്, അത് പറയണോ? പറയേണ്ട കാര്യമുണ്ടോ? പറയണം. അവളുടെ അച്ഛൻ ആരാന്നുള്ള കാര്യം ഞാൻ പറയാൻ പോകുക. അവളെല്ലാ സത്യങ്ങളും അറിയണം. ഇനി അത് നീട്ടി വെച്ചോണ്ടെന്ന് പോയിട്ട് കാര്യമില്ല. ഇനിയും നീട്ടി വെച്ചോണ്ട് പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്ന ഏറ്റവും വലിയ കൊടും ക്രൂരതയായിരിക്കും എൻ്റെ മോളോടും അതുപോലെ തന്നെ ആ സത്യദാസ് സാറിനോടും എന്ന് പറഞ്ഞു. അമ്പയ്ക്കും ഭയങ്കര വിഷമമായിരുന്നു അതൊക്കെ ആലോചിച്ച് കഴിഞ്ഞപ്പം. അപ്പോൾ അതിൻ്റെ കഥകളൊക്കെയാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.